ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചക്കയടയുടെ റെസിപ്പിയാണ്. ഒരു ചെറിയ ഉണ്ടച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഈ ഉണ്ടച്ചക്ക കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചക്കയട തയ്യാറാക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചക്കയട തിന്നണം തോന്നാൻ നേരത്ത് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പം ഈ ചക്കയൊക്കെ ഒന്ന് ഞാൻ ക്ലീനാക്കി അരിഞ്ഞെടുക്കാം. ഈ ചക്കപ്പഴം നമ്മൾ അരയ്ക്കുന്നില്ല കേട്ടോ, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു കപ്പിന് ഞാൻ 1.5 കപ്പ് റവ എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന റവ ഉണ്ടല്ലോ, 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ റവ നമുക്ക് ആദ്യമേ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നെയ്യിൽ വറുത്തിട്ട് നമ്മൾ തയ്യാറാക്കാൻ നേരത്ത്. റവ നന്നായിട്ട് വറന്ന് കഴിയുമ്പം വറുത്ത റവേനെ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്കാക്കി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാൻ തന്നെ ചൂടാകാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചേർത്ത് കൊടുക്കുക. ചക്കപ്പഴം ചേർത്തിട്ട് ഈ നെയ്ക്കകത്ത് ഈ ചക്കപ്പഴമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ചക്കപ്പഴത്തിന് അരച്ചും ചേർക്കാം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്താലും മതി. അരച്ചിട്ടാണെങ്കിലും ഇതുപോലെ നെയ്ക്കകത്തൊന്ന് വഴറ്റി ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചക്കപ്പഴമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറൊക്കെ വരുമല്ലോ. അത് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഏത് കപ്പിലാണോ റവ എടുത്തിരിക്കുന്നത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് ശർക്കര പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ആ ശർക്കര പൊടിയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടും. നിങ്ങളിപ്പോൾ ശർക്കര പൊടിയല്ല വലിയ ശർക്കരയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ഉരുക്കി പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വേണം. ആ റവയൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടണമല്ലോ. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾ ശർക്കര പാനിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവയുണ്ടല്ലോ, ആ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം, നമ്മുടെ ആ സ്വീറ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ആ റവയും ചക്കപ്പഴവും നമ്മൾ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിരുന്നല്ലോ, അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഡ്രൈ ആയി കിട്ടും. ആ വെള്ളമൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ച് ഒന്ന് തണുക്കാനായിട്ട് വിടാം. ഇതുപോലെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പം കൈകൊണ്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അട തയ്യാറാക്കാം. ഇന്ന് അട തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എടനയുടെ ഇലയാണ്. സാധാരണ നമ്മൾ കുമ്പിളപ്പം തയ്യാറാക്കുമല്ലോ, കുമ്പിള് കെട്ടിയിട്ട് അട തയ്യാറാക്കുമല്ലോ, അതുപോലെയാണ് തയ്യാറാക്കുന്നത്. എടനയില ഇല്ലെങ്കിൽ വാഴയിലേക്കകത്തോ അല്ലെങ്കിൽ നമുക്ക് വട്ടയിലേക്കകത്തോ ഒക്കെ ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇടനയില ഉണ്ടെങ്കിൽ ഇടനയിലക്കകത്ത് തന്നെ ഇത് തയ്യാറാക്കണേ. നല്ല ആ ഇലയുടെ ഒരു ഫ്ലേവറും ഒക്കെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഇതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുത്തിട്ട് അപ്പുറത്തെ ആ ഞെടുപ്പുള്ള സൈഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനി തുറന്നു പോകുന്നില്ല, നല്ല ലോക്കായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ കുമ്പിളി കെട്ടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇടനയിലേക്കകത്ത് ജസ്റ്റ് മാവ് വെച്ചൊന്ന് പരത്തിയിട്ട് ഫോൾഡ് ചെയ്താലും മതി കേട്ടോ. ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടയെല്ലാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റീമിൽ ഇത് 20-25 മിനിറ്റോ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 25 മിനിറ്റാണ് വേകാനായിട്ട് വെച്ചിരുന്നത്. നമ്മുടെ ചക്കയുടെയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ ആ ഇടനയിലയുടെയും ചക്കപ്പഴത്തിൻ്റെയും നെയ്യുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ, നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാനായിട്ട്. ആ സ്മെല്ലിൽ തന്നെ നമുക്ക് വയറ് നിറയുന്നത് പോലെയാകും. ഇത് കണ്ട നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കയട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ റവ കൊണ്ട് തയ്യാറാക്കിയ ചക്കയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.